എഴുന്നേറ്റ് സ്ക്രോളിംഗ് നിർത്തിയേ. ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ചില ആളുകൾ വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് പണം സമ്പാദിക്കുന്നു. എന്നാൽ ചിലരാകട്ടെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്? പണക്കാരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു ഷിഫ്റ്റ് ആണ് അവർക്ക് സക്സസ് കൊടുക്കുന്നത്. അപ്പോ സമ്പന്നരെ ആ ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആ സീക്രട്ട്, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സീക്രട്ട് എന്താണ് എന്ന് അറിയാനായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? വീഡിയോ ഫുള്ളായിട്ട് കാണുക. ടീച്ചർ ആ സീക്രട്ട് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്കൂളുകളിലൊന്നും നമ്മളെ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങള് സമ്പന്നർക്കറിയാം. അവരിങ്ങനെ യൂട്യൂബിലെ ഷോർട്സ് കണ്ടും ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ടും സമയം കളയത്തില്ല. അവര് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യും. ഇതൊക്കെ വർക്ക് ചെയ്യുമെന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടില്ല, അത് കളഞ്ഞിട്ട് പോകില്ല. അവരതിന്റെ പിറകെ കൂടും. ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി അവർ ക്ലിയർ ഇന്റൻഷൻസ് സെറ്റ് ചെയ്യും. എനിക്ക് ഈ ഗോള് നേടണം. ആ ഗോള് നേടാൻ വേണ്ടി അവർ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിന്ന് ആ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോയി അത് നേടിയെടുക്കുന്നിടം വരെ അവർ അടങ്ങില്ല. അവർ റെസ്റ്റ് എടുക്കില്ല. അവർക്ക് നിരന്തരം എനിക്ക് വിജയിക്കണം, സമ്പത്തുണ്ടാക്കണം, എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകണം, സമ്പത്ത് വരുന്തോറും അവർക്ക് കൂടുതൽ നേടണം എന്നുള്ള അടങ്ങാത്ത ആ ഒരു ബേണിംഗ് ഡിസയർ അവർക്കുണ്ട്. മക്കളെ, ടീച്ചർമ്മ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന വെൽത്ത് ഷിഫ്റ്റ് കോഡ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ക്രിയേറ്റ് ഇന്റേണൽ ക്ലാരിറ്റി. നിങ്ങൾക്കൊരു ഇന്റേണൽ ക്ലാരിറ്റി വേണം. എനിക്ക് എന്താ വേണ്ടത്? പലർക്കും അവരവർക്ക് എന്താ വേണ്ടതെന്ന് തന്നെ അറിയില്ല. അവരിങ്ങനെയല്ലേ സിനിമയിൽ പറയുന്ന പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എത്ര രൂപ വേണം? എനിക്ക് മാസം എത്ര വരുമാനം വേണം? എനിക്ക് മില്യനെയർ ആകണോ? എനിക്ക് മൾട്ടി മില്യനെയർ ആകണോ? എനിക്ക് ബില്യനെയർ ആകണോ? ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി, എന്താണോ വേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരുത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീൽ ദ ഇമോഷൻ ഓഫ് ഓൾറെഡി ഹാവിങ് ഇറ്റ്. നിങ്ങൾ അത് നേടിക്കഴിഞ്ഞ ഇമോഷനിലേക്ക് എത്ത്. മക്കളെ, നിങ്ങൾക്കൊരു മില്യനെയർ ആകണമെങ്കിൽ നിങ്ങൾ ആ മില്യനെയർ ആയിക്കഴിഞ്ഞ ഇമോഷനിലേക്ക് എത്ത്. അല്ലാതെ എനിക്ക് കടബാധ്യതയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഷ്ടപ്പാടാണ് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ മില്യനെയർ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ശരിക്കും അത് നേടിക്കഴിഞ്ഞ ആ ഇമോഷനിലേക്ക് എത്തണം. അതാണ് സീക്രട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആക്ട് ബോൾഡ്ലി ഫ്രം ദാറ്റ് സ്റ്റേറ്റ്. മില്യനെയർ ആയിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ചിന്തയും പെരുമാറ്റവും ഒക്കെ എങ്ങനെയായിരിക്കും? ആ രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് വരുത്തുള്ളൂ. അല്ലാതെ നിരന്തരം ഇപ്പോഴത്തെ മോശം സാഹചര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്താൽ നടക്കില്ല. ഉള്ളിൽ വിശ്വസിക്കുന്നത് എന്തോ അതേ നമുക്ക് നേടാൻ പറ്റൂ. അപ്പൊ മില്യനെയർ ആകണം അല്ലെങ്കിൽ ബില്യനെയർ ആകണമെങ്കിൽ നിങ്ങൾ അതായി കഴിഞ്ഞതായിട്ട് നിരന്തരം വിശ്വസിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചല്ല നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത് നിങ്ങൾ എന്താണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് അതിനനുസരിച്ചാണ്. ഒരു ഉദാഹരണത്തിലൂടെ ടീച്ചർ അത് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഐ ആം റിച്ച്, ഐ ആം എ മൾട്ടി മില്യനെയർ, ഐ ആം എ ബില്യനെയർ, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഫർമേഷൻസ് പറയും. പക്ഷെ മനസ്സ് മൊത്തം കയ്യിൽ 5 പൈസ ഇല്ലല്ലോ, ഐ എം ബ്രോക്ക്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അഫർമേഷനിൽ പോസിറ്റീവ് പറയുന്നുണ്ട്, മനസ്സിൽ അത് വിശ്വാസമില്ലാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്ന മെസ്സേജ് മുഴുവൻ എൻ്റെ കയ്യിൽ 5 പൈസയില്ല, ഐ എം ബ്രോക്ക്, ഞാൻ കഷ്ടപ്പെടുകയാണ്, ഞാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലർക്കും അഫർമേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു സെൽഫ് മെയ്ഡ് മൾട്ടി മില്യനറെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: സുജ, പണത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും പണം വരില്ല. ആരാണോ പണത്തെ അട്രാക്ട് ചെയ്യുന്നത് അവരിലേക്കേ പണം വരുള്ളൂ. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതൊന്നും വിശ്വാസയോഗ്യമായി തോന്നിയില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ മണി ഫ്രീക്വൻസിയിലേക്ക്, എന്റെ ഫ്രീക്വൻസി, അബണ്ടൻസിന്റെ ഫ്രീക്വൻസിയിലേക്ക് എന്റെ ഫ്രീക്വൻസി ട്യൂൺ ഇൻ ചെയ്തു തുടങ്ങിയപ്പോ എന്റെ ലൈഫ് മാറാൻ തുടങ്ങി. അവസരങ്ങൾ എന്നിലേക്ക് വരാൻ തുടങ്ങി, ക്ലയൻസ് എന്നിലേക്ക് വരാൻ തുടങ്ങി. എന്റെ മനസ്സ് സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറി. അപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത്, സമ്പത്ത് നേടാൻ ഹാർഡ് വർക്ക് അല്ല, പുറത്ത് കിടന്ന് കഷ്ടപ്പെടുക അല്ല ചെയ്യേണ്ടത്. സമ്പത്ത് നേടാൻ ആദ്യം നമ്മുടെ മനസ്സിൽ ആ ഒരു ചേഞ്ച് വരുത്തണം. നമ്മുടെ ഇന്നർ വൈബ്രേഷൻ ആണ് ശരിക്കും പണത്തെ അട്രാക്ട് ചെയ്യുന്നത്, അല്ലാതെ ബാഹ്യ ലോകത്ത് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളല്ല എന്നുള്ളത് ആ സമയത്താണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇനി നമുക്കൊരു എക്സസൈസ് ചെയ്താലോ? മക്കളെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട്
നിങ്ങൾ ടീച്ചർമ്മ പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്തേ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഉള്ളതായിട്ട് നിങ്ങളൊന്ന് കണ്ടേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് 1 കോടി രൂപയാണ് നേടേണ്ടത്. നിങ്ങളൊന്ന് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഒന്ന് കണ്ടേ. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 1 കോടി. സി ഇറ്റ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 1 കോടി രൂപ. ആ ഫീലിംഗിലേക്ക് എത്തിയേ. ശരിക്കും ആ 1 കോടി രൂപ നേടി ആ ഒരു ഫീലിംഗിലേക്ക് എത്തിയേ. നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ലേ? മനസ്സിൽ ആ ഒരു സന്തോഷം ഒന്ന് ഫീൽ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആ സന്തോഷം ഇങ്ങനെ ആഴ്ന്നിറങ്ങട്ടെ. അപ്പൊ ആ 1 കോടി രൂപയുടെ ഫീലിംഗ് നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 1 കോടി രൂപ വന്നു കഴിഞ്ഞു. നിങ്ങൾ ആ 1 കോടി രൂപ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ വീട് വെച്ചു, നിങ്ങൾ കാറ് മേടിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയി ആ സന്തോഷമൊക്കെ ഒന്ന് ഫീൽ ചെയ്തേ അല്ലേ? അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ മക്കളെ. ഇതുപോലെ ശരിക്കും അത് നേടിയ ഫീലിംഗിലേക്ക് എത്തണം. സമ്പന്നരൊക്കെ അങ്ങനെയാ. ടീച്ചർമാ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം, ഐ വാസ് ബ്രോക്ക്. ഞാൻ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി 5 പൈസ എടുക്കാനില്ലാതെ എൻ്റെ ബാങ്ക് ബാലൻസ് ബിഗ് 0 ആയിരുന്നു. ആ സമയത്ത് ഞാൻ വിഷ്വലൈസ് ചെയ്തു, ഞാൻ ലക്ഷറിയിൽ ജീവിക്കുന്നത്, ഞാൻ അബണ്ടൻസിൽ ജീവിക്കുന്നത്, ലക്ഷറി കാറ് വാങ്ങുന്നത്, ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്, പിന്നെ ബ്രാൻഡഡ് ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്നതാണ് ടീച്ചറമ്മയുടെ ആ ഒരു ലൈഫ്. അന്ന് ഞാൻ എന്ത് ചിന്തിച്ചോ, മനസ്സിൽ വിശ്വസിച്ച് ജീവിച്ചോ, ആ ലൈഫിലാണ് ഇന്ന് ടീച്ചറമ്മ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ കാണുന്ന മറ്റൊരു സ്വപ്നമുണ്ട്, അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വെറുതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട കാര്യമില്ല, അത് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം മക്കളെ. നിങ്ങൾ നിരന്തരം കഷ്ടപ്പാടിനെ കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും ദാരിദ്ര്യത്തെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സമ്പന്നനാകാനുള്ള സീക്രട്ട് എന്താ? സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക, അബണ്ടൻസിനെ കുറിച്ച് ചിന്തിക്കുക. മക്കളെ, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ടീച്ചർമാർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രീ വീഡിയോസ് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫ്രീ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിലെ ടീച്ചർമാർ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഡെയിലി മോട്ടിവേഷനും ഒക്കെ തരുന്നതാണ്. അതിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക, പുഞ്ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. നമ്മുടെ സുജാർ മോഹൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ വീഡിയോ കാണുന്നത്? ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടീച്ചർമാർ ഇതുപോലുള്ള ഒരുപാട് വാല്യുബിൾ വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ടൈമില് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും. ഓക്കെ, അപ്പോ സമ്പൽ സമൃദ്ധി അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അബണ്ടൻസ് എന്ന കമന്റിലേക്ക് ഇടുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ലവ് യു.